എഞ്ചിനീയറിംഗ് ഇൻഫിനിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഹൊറർ മൂവീസ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഈ ഹോളിവുഡിലുള്ള ഹൊറർ മൂവീസിലൊക്കെ ഹിഡൻ ആയിട്ടുള്ള വോയിസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിന് കേൾക്കാൻ പറ്റുന്ന ഓഡിയബിൾ ആയിട്ടുള്ള സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സ് ടു 20,000 ഹെർട്സിൻ്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ ഇതിനിടയിലുള്ള സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഈ ഹൊറർ മൂവീസിലെല്ലാം ഹിഡൻ ആയിട്ടുള്ള വോയിസ് നമ്മളെ ഭയപ്പെടുത്തുന്നതിനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 20 ഹെർട്സിന് ബിലോ ആയിട്ടുള്ളതാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്ന ഇത്. അതുപോലെ തന്നെ 20,000 ഹെർട്സിന് മുകളിൽ വരുന്ന സൗണ്ടാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൾട്രാസോണിക് ആണ് നമുക്ക് ഹൊറർ മൂവീസിലെല്ലാം യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഭയം ഉളവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ ആ സൗണ്ട് ആ അൾട്രാസോണിക് ലൈറ്റ് അൾട്രാസോണിക് എന്ന് പറയുന്ന ആ നോയ്സ് നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടാക്കും. അത് നമുക്ക് ഹിഡൻ ആയിട്ടുള്ള സൗണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞു 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് വരെയാണ് നമുക്കുള്ള ഫ്രീക്വൻസി. ഈ 20,000 ഹെർട്സിന് മുകളിൽ വരുന്ന ഈ അൾട്രാസോണിക് വോയിസാണ് നമുക്കത് ആ ഹൊറർ മൂവീസിലെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലും ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഭയം നമുക്ക് ഉളവാക്കുന്നത് കാരണമാണ് ഹൊറർ മൂവീസെല്ലാം അങ്ങനെയുള്ള സൗണ്ടുകളെ യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത. നമ്മളെല്ലാവരും ഹൊറർ മൂവീസ് കാണുമ്പോൾ അങ്ങനത്തെ ആ സിനിമകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കും. ആ സൗണ്ടുകളെല്ലാം നമുക്കൊരു ഭയം പരത്താറുണ്ട്. അങ്ങനത്തെ ഹിഡൻ സൗണ്ടുകളെല്ലാം നമ്മളുടെ ഉള്ളിൽ ഭയം പരത്താനുള്ള കാരണം ഇതൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.